നല്ല വീടും വലിയ കെട്ടിടവും വലിയ വാഹനവും തരാമെന്ന് ക്രിസ്തു ആരോടും പറഞ്ഞിട്ടില്ല. ക്രിസ്തു പറഞ്ഞതോ, എനിക്ക് യേശുവിനെ അനുഗമിക്കാൻ പല ശിഷ്യന്മാർ ആവശ്യപ്പെട്ടപ്പോൾ യേശു പറഞ്ഞു, കുറുനരികൾക്ക് മാളമുണ്ട്, ആകാശത്തിലെ പറവകൾക്ക് കൂടുണ്ട്, എന്നാൽ കർത്താവായ യേശുവിന് തല ചായ്ക്കാൻ ഇടമില്ല. എന്റെ രാജ്യം ഐഹികമല്ല. ഈ ലോകത്ത് രാജ്യം സ്ഥാപിക്കാനല്ല ക്രിസ്തു വന്നത്. യേശു ക്രിസ്തു നമ്മുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനാ. നിത്യജീവൻ നൽകാൻ, ഈ സ്വർഗരാജ്യത്തിലേക്ക് മനുഷ്യനെ മുഴുവനും വിളിക്കാൻ, അവന്റെ പാപത്തിന് പരിഹാരം ചെയ്ത് യേശു കർത്താവാണെന്ന് അതിരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നിന്റെ മേലുള്ള പിശാചിന്റെ അധികാരമില്ലാതെയാകും. അത് നീ അതരം കൊണ്ട് ഏറ്റു പറയുമ്പോൾ നിന്റെ മേലുള്ള പിശാചിന്റെ നിന്റെ മേലുള്ള അധികാരമില്ലാതാകും. നിന്റെ പാപം എത്ര കടും ചുമപ്പാണെങ്കിലും നിനക്ക് വേണ്ടി മരിച്ച ഒരു ദൈവം നിനക്കുണ്ട്. ആ യേശു ക്രിസ്തു വഴി നിനക്ക് സൗജന്യമായ പാപക്ഷമയുണ്ട് പൈതലേ. ലോകത്തിൽ എത്ര കൊടിയ പാപിയാണെങ്കിലും നിനക്ക് രക്ഷയുണ്ട് മകനെ. നിന്നെ രക്ഷിക്കാൻ വന്ന ഒരു ദൈവമുണ്ട് മകനെ. നിന്റെ പാപത്തിന്റെ പേരിൽ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ കാത്തിരുന്ന ലൂസിഫറിനെ കർത്താവ് തോൽപ്പിച്ചു. അവൻ പരാജയപ്പെട്ട പിശാചാ, പിശാചേ, ഞങ്ങളുടെ ഈ സുവിശേഷ ശുശ്രൂഷയിലോ ഞങ്ങളുടെ കുടുംബത്തെയോ ഞങ്ങൾക്കുള്ളവരെയോ ഞങ്ങളുടെ ഈ വചനം കേൾക്കുന്നവരെയോ നിനക്ക് യാതൊരു അധികാരമില്ല. നീ തോറ്റവനാ. ഞങ്ങളുടെ കർത്താവിനെ കുരിശിൽ നിനക്ക് പീഡിപ്പിക്കാവുന്ന ഏതെല്ലാം തരത്തിൽ പീഡിപ്പിക്കാമോ അതെല്ലാം ചെയ്ത് പീഡിപ്പിച്ച് പരാജയപ്പെട്ട ദുഷ്ട പിശാചേ, ദൂരെ പോ. ഈ പ്രദേശത്ത് നിനക്ക് അവകാശമില്ല. യേശുവിന്റെ സമാധാനം